നമ്മൾ ഡ്രസ്സ് ഊരിയപ്പോൾ കുഞ്ഞിന്റെ ചെസ്റ്റിലായിട്ട് നമ്മൾ പാട് കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര വേദനയുണ്ട്, മൂത്രം ഒഴിക്കാനൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞു. 4 വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞനെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് CPM നേതാവ് ഒളിവിൽ പോയിരിക്കുകയാണ്. ഒളിവിൽ പോകാൻ സഹായിച്ചത് CPM നേതൃത്വവും. നമ്മുടെ നാടിത് എങ്ങോട്ടാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം CPMകാർക്ക് ഇവിടെ എന്തും ആകാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയ്ക്കടിയിൽ ഒരു കമൻറ്റ് വന്നു. DYFIയിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെറ്റി കേസായി തീരേണ്ട വിഷയമാണ് ഇപ്പോൾ തൂക്കുകയറിലേക്ക് എത്തിയതെന്നുള്ളത്. അതുപോലെ CPM ആയാൽ എന്ത് കൊള്ളരുതായ്മയും തോന്നിവാസവും കാണിക്കാമെന്ന് ചിലർ വിചാരിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഉദാഹരണം. ഇനിയും ഉദാഹരണങ്ങൾ വരാം, പക്ഷേ ഇത് ഏറ്റവും ലാസ്റ്റായി വന്നത് 4 വയസ്സുകാരിയോട് ഇവനൊക്കെ ഈ പരിപാടി കാണിക്കുന്നവന്മാരെന്താ ചെയ്യേണ്ടത്? ഈ സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദ രാഷ്ട്രവും സ്ത്രീ സൗഹൃദ സംസ്ഥാനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ പരാതി കൊടുക്കുമ്പോൾ അതിനുവേണ്ടി ചില ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇതാണ് സ്ത്രീ സൗഹൃദം, ഇതാ ഞങ്ങൾ സ്ത്രീ സൗഹൃദം തന്നെ പിടിച്ചകത്തിടും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിലാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ തന്നെ ഉള്ള ഒരു നേതാവ് ഒരു 4 വയസ്സായ പിഞ്ചു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ കാണിച്ച വിക്രിയകളാണ് മാതാപിതാക്കൾ തന്നെ പുറത്തു പറയുന്നത്. എന്നിട്ട് ആ നേതാവ് 6 ദിവസവുമായിട്ട് ഒളിവിലുമാണ്. ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല. ഇടുക്കിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ ഒരു വ്യക്തിയായി DYFIയുടെ പ്രവർത്തകനൊക്കെ ആയിരുന്നു. എന്നിട്ട് അവസാനം അർജുൻ പോക്സോ കേസിൽ പ്രതിയായി. പക്ഷെ പോലീസിന്റെ നാറിയ ഇടപെടൽ മൂലം, പോലീസ് കൃത്യമായി ഇടപെടാത്തത് മൂലം, അതായത് പോലീസ് വൃത്തികെട്ട ഇടപെടൽ നടത്തുകയും ഇടപെടേണ്ട രീതിയിൽ ഇടപെടൽ നടത്താതിരിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു പ്രതി. ഫോറൻസിക് റിപ്പോർട്ട്, അതുപോലെ തന്നെ അന്ന് അവിടെ ശേഖരിക്കേണ്ട പല കാര്യങ്ങളും പോലീസ് ടെസ്റ്റിനായി എടുത്തില്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. അന്ന് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി ആ കാര്യത്തിൽ ചില ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് CPMന്റെ മുന്തിയ ഒരു ചാനൽ വിളിച്ചിരുത്തി മറ്റേ ഇന്റർവ്യൂ ഒക്കെ എടുത്തായിരുന്നു. അവന്റെ കുമ്പസാരമായിരുന്നു ആ ചാനലിൽ. പ്രമുഖനായ മാധ്യമ സിംഗമായിരുന്നു ഇന്റർവ്യൂ എടുത്തത്. അന്ന് അത് കണ്ട ആളുകൾക്കെല്ലാം മനസ്സിലായി അയാൾ തന്നെയാണ് പ്രതി എന്നുള്ളത്. എന്നിട്ടും കോടതിക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. മറ്റൊന്നുകൂടി ആളുകൾക്ക് മനസ്സിലായത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു കേരളം എങ്ങോട്ടാണ് പോകുന്നത്, 64 പേർ ചേർന്ന് പീഡിപ്പിച്ച കഥയും ഒക്കെ നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്നാണ് വീണ്ടും ഇത്തരത്തിലൊരു കഥ കൂടി നമ്മൾ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളത്. അതായത് ഇവിടെ സ്ത്രീ സുരക്ഷയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത് എന്നതിൻ്റെ യാഥാർത്ഥ്യമായ തെളിവല്ലേ ഇത്. CPMന്റെ ഒരു നേതാവാണ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ 4 വയസ്സുള്ള ഈ കുഞ്ഞിനോട് ഇത്തരത്തിലുള്ളൊരു കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. അമ്മയും അച്ഛനും കുഞ്ഞും മാത്രമുള്ള ഒരു 3 അംഗ കുടുംബം. ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കുഞ്ഞിനെ ഇദ്ദേഹം ഇങ്ങനെ പീഡിപ്പിക്കുകയും അത് കുഞ്ഞ് വീട്ടിലെത്തിയിട്ട് കുഞ്ഞിന് മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ രാത്രി ഞെട്ടി എഴുന്നേറ്റിട്ട് കുഞ്ഞ് കരയുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു. പരസ്പരം അടുത്ത് കിടക്കുന്ന മാതാപിതാക്കളെ അടിക്കുന്നു. ഇത്തരം അസ്വാഭാവികമായിട്ടുള്ള ചില കുഞ്ഞിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കണ്ടപ്പോൾ ആണ് മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നുന്നതും. പിന്നീട് അടുത്ത ദിവസം തന്നെയാണ് കുഞ്ഞ് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, വേദനയുണ്ട് എന്ന് പറയുകയും അപ്പോൾ അമ്മ നടത്തിയ ശാരീരിക പരിശോധനയിലാണ് ബ്രസ്റ്റിൽ ഒരു പാട് കണ്ടത്. അതുപോലെ തന്നെ സ്വകാര്യ ഭാഗത്തും പാടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ പ്രതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രതിയാണെങ്കിൽ അവിടുത്തെ CPMന്റെ സമുന്നതനായ നേതാവാണ്. പരാതി ഇവർ കൊടുത്തു. 15-ാം തീയതി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 15-ാം തീയതി പരാതി കൊടുത്ത് പോക്സോ വകുപ്പ് 8 കേസെടുക്കേണ്ട സ്ഥാനത്ത് നിന്ന് ഇന്നേ വരെ ഈ ദിവസമായിട്ട് പോലും കേസെടുത്തിട്ടില്ല. എത്രമാത്രം ക്രൂരതയാണ് പോലീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം പ്രാഥമിക അന്വേഷണം നടത്തി ഒരു നടി ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഒരു ദിവസം കൊണ്ടാണ് കേസെടുത്തത്. ആലോചിക്കണം, ഒരു ദിവസം സമയം പോലും കൊടുത്തില്ല. മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുക്കാൻ സമയം പോലും കൊടുക്കാതെ വ്യവസായിയെ എവിടെ പോയി അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി വളഞ്ഞിട്ട് പിടിച്ചു. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ CPMകാർ പ്രതിയാകുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി പറയും സ്ത്രീകളോട് എന്തെങ്കിലും തരത്തിൽ കാണിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിക്രമം നടത്തുന്ന ആളുകളെ വെറുതെ വിടില്ല എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതായത് ചില ആളുകൾ എന്തെങ്കിലും തോന്നിവാസം ചെയ്താൽ ഞങ്ങൾ പിടിക്കും,
ചില ആളുകൾ ചെയ്താൽ അത് പ്രശ്നമല്ല, അതൊക്കെ എന്താണ് കമ്മ്യൂണിസ്റ്റ് രീതിയാണ് എന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. പറയുന്നതിൽ ആ രീതി ഉണ്ടാവും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താൽ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ആര് ചെയ്താലും ഞങ്ങൾ പിടിച്ചകത്തിടും, പറയാതെ പറഞ്ഞതായിരിക്കും. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിഷയുടെ അമ്മയായിട്ട് സംസാരിച്ചിരുന്നു. പെരുമ്പാവൂർ ജിഷയുടെ അമ്മ. ജിഷയുടെ അമ്മ ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണ് പലപ്പോഴും അന്തി ഉറങ്ങാറുള്ളത്. അതിൻ്റെ പുറകിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം, പല സംഭവങ്ങളുണ്ട്. അതിലേക്കൊക്കെ പോയാൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും ചർച്ചയ്ക്ക് എടുത്ത വിഷയവും കൂടെയാണ്. അവർ പറഞ്ഞൊരു കാര്യം, ആ ജിഷ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ CPM പാർട്ടി ഓഫീസിൽ പോയിട്ട് ഇവരൊരു കത്ത് എഴുതി കൊടുത്തു. അതായത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, അതായത് ഒരു അടുത്ത 2 വീട്ടുകാർ വല്ലാതെ ഉപദ്രവിക്കുന്നു, കൊന്നുകളയും എന്ന് പറയുന്നു. അവിടെ രാത്രി ആ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കയറി വന്നുകൊണ്ട് മറ്റേ അപ്പുറത്തെ വീട്ടിൽ വരുന്ന ആളുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നു, സിഗരറ്റിൻ്റെ മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അവിടെ തൊട്ടുമുള്ള കെനാലുണ്ടല്ലോ, ആ കെനാലുമായി ബന്ധപ്പെട്ടും പാലവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വരികയും അവിടെ നിന്ന് മദ്യപിക്കുകയും ആ തരത്തിൽ ഇവരോട് മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരമ്മയും മകളും ഒരു എന്താണ് പകുതി മാത്രം അടഞ്ഞു കിടക്കുന്ന ഒരു ജനൽപ്പാളിക്കുള്ളിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന അസഭ്യം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾക്കിവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വാതിലുകൾ മുട്ടിയെങ്കിലും അവർക്കൊരു തരത്തിലും നീതി കിട്ടിയില്ല. മെമ്പറോട് പറഞ്ഞു, ആരും ഇവർക്കൊന്നും ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല. പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നീ ആരാണ് എന്ന് ജിഷയോട് ചോദിക്കുന്നു. അപ്പോൾ ജിഷ പറഞ്ഞത് ഞാൻ LLB സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ നിയമം നിനക്ക് തന്നെ കയ്യിലെടുക്കാമല്ലോ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് ജിഷയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നീ അനുഭവിച്ചതൊന്നും ഒരനുഭവമല്ല, നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ജിഷയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ പിന്നീട് സ്ഥലം മാറ്റിയെന്നും ഈ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് ഒരു പ്രശ്നം, അതായത് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഒരു പക്ഷേ അന്ന് പാർട്ടി ഒരു വീടുണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ, അന്ന് ഇവർ CPM-നെയാണല്ലോ സമീപിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരോ ആവട്ടെ ഒരു വീടുണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇത്തരം ഒരു സംഭവം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ തരത്തിലേക്കാണ് സ്ത്രീ സുരക്ഷ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കരയാനും പിന്നീട് ഫണ്ട് കൊടുക്കാനും പിന്നീട് വീടുണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു മുമ്പ് ആരോട് പറഞ്ഞാലും ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ കുടുംബത്തെ കൊന്നുകളയും, നിന്റെ ഭർത്താവിനെ കൊല്ലും എന്നൊക്കെയാണ് ഈ അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഈ 4 വയസ്സുകാരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെയും പോകരുത്. CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും ഈ പ്രതിയെ സംരക്ഷിക്കുന്നു എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത്. എത്രമാത്രം ഗുരുതരമാണ്. നോർത്ത് ഇന്ത്യയെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടക്കുമ്പോൾ അതിനെതിരെ ഘോരഘോരം സംസാരിക്കുന്ന, മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഹാഷ്ടാഗുകൾ ഇടുന്ന RG-കർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിൽ വിധി വന്നില്ലേ ധന്യ? ഇവിടെ ഏതെങ്കിലും ഒരു സഖാവോ യൂത്ത് കോൺഗ്രസ്സുകാരോ സ്റ്റാറ്റസ് ഇട്ടോ? RG-കർ മെഡിക്കൽ കോളേജിലെ ആ യുവ ഡോക്ടർ ക്രൂരമായിട്ടല്ലേ കൊല ചെയ്യപ്പെട്ടത്? എന്തേ ഇവരൊന്നും പോയി സന്ദർശിക്കാഞ്ഞത്? ഇപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, തമിഴ്നാട്ടിൽ ആ കുട്ടിയെ അവിടെ ക്യാമ്പസിനുള്ളിലിട്ട് പീഡിപ്പിച്ചപ്പോൾ DMK പ്രവർത്തകനെതിരെ ഇവിടുത്തെ ഒരു മുന്നണിയും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ്, ഇവരൊക്കെ പരസ്പരം വരുമ്പോൾ ഇവർക്കൊക്കെ എന്താണ്, ഒരു പീഡനം ഒന്നുമല്ല. ഇനി നോക്കണം, നാളെ UP-യിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ, എപ്പോൾ പോകുമാര് അവിടെ പോകണ്ടെന്നല്ല, നടക്കരുത് അവിടെയും. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് മാത്രം നടക്കുന്നത്? അപ്പോൾ കേരളത്തിലെ അവസ്ഥയും ഭിന്നമല്ല. ഈ കുട്ടിക്ക് നീതി കിട്ടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ CPM സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ആഭ്യന്തര വകുപ്പ് PCC കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ CPM പോലീസ്, CPM ഉദ്യോഗസ്ഥന്മാർ, നല്ല ഉദ്യോഗസ്ഥന്മാരെ എല്ലാം സ്ഥലം മാറ്റി കളയുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഗ്രീഷ്മയുടെ കേസിൽ നീതി കിട്ടിയതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. അതൊരു പൊളിറ്റിക്കൽ കേസല്ല, അതിൽ പൊളിറ്റിക്കൽ പ്രതികൾ ആരും പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷെ ഇവരെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഈ തരത്തിൽ ഇത്തരം നാറിയ പണികൾ എടുക്കുന്ന ആളുകൾക്കെതിരെ ആരാണ് രംഗത്ത് വരേണ്ടത്? സഖാക്കളും അതുപോലെ തന്നെ യഥാർത്ഥ പ്രവർത്തകരുണ്ടല്ലോ, അത്തരം ആളുകളും പൊതുജനങ്ങളും ഒക്കെ രംഗത്ത് വരണം. ഇവരുടെ സ്ത്രീ സുരക്ഷ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പറയുന്ന പുള്ളിയെ പിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ നല്ലവരായ സഹാക്കന്മാരോട് അഭ്യർത്ഥിക്കുന്നു.